ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ചങ്കുകളും ഗഡികളും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ, മലയാളത്തിന്റെ മഹാനടൻ, മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് രാജാവ്, അങ്ങനെ നമ്മുടെ 4 പടങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. ലാലേട്ടൻ അഭിനയിക്കുന്ന 4 പടങ്ങൾ. അത് 4 ഡിഫറെന്റ് ജോണറിൽ. ആക്ഷൻ ഉണ്ട്, മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. പിന്നെ എന്ത് വേണം? ലാലേട്ടൻ അങ്ങനെ നിറഞ്ഞു നിന്നാൽ മലയാളി ഏറ്റെടുക്കും. ബോക്സ് ഓഫീസിൽ 2016 ഇട്ട 150 കോടി 2020, 2021, 2022 100 കോടി ബ്രേക്ക് ചെയ്തിട്ട് ഓരോന്ന് അടിച്ചു തുടങ്ങിയത്. അപ്പോ അടുത്ത ബോക്സ് ഓഫീസിൽ ഒരു ബ്ലാസ്റ്റ് നടക്കാൻ, ഒരു പൊട്ടിത്തെറി നടക്കാൻ ഒരു ലാലേട്ടൻ പടം തന്നെ വേണം, യാതൊരു സംശയമില്ല. അപ്പൊ സ്റ്റാർട്ടിങ് നമ്മൾ ഡിസംബർ 25 സ്റ്റാർട്ട് ചെയ്യാണ് ബാരോസ് എന്ന പടത്തിലൂടെ. നമ്മുടെ ലാലേട്ടൻ തന്നെ അഭിനയിക്കുന്ന പടം, ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു, ലാലേട്ടൻ നായകനാകുന്നു. ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാന്റസി വിഭാഗത്തിൽ പെടുന്ന ഒരു 3D മൂവിയാണ്. അത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് തിയേറ്ററിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഫെസ്റ്റിവൽ സീസൺ, പിന്നെ കുട്ടികൾക്ക് വെക്കേഷനാണ്. അപ്പോൾ ഈ പടം ഏറ്റെടുക്കുന്നതിന് യാതൊരു സംശയമില്ല. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ തരിച്ചു. ഇതിനെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ്സ് കമന്റ്സും പോസിറ്റീവ് സൈഡ്സും ഒക്കെ വന്നിട്ടിരുന്നു. ഇതിന്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്തൊരു സമയത്ത് എനിക്കും ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ ഇതിനെ കുറിച്ച് 3D ക്വാളിറ്റിയെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ. ഇവൻ അവതാരം എന്നൊരു ഫിലിമിന്റെ 3D ക്വാളിറ്റിയുടെ അടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ സംഭവം മേക്ക് ചെയ്തിട്ടുള്ളത്. മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ ഒരു 3D മേക്കിംഗ് ആദ്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ക്വാളിറ്റി ലെവലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ AR റഹ്മാന്റെ സംവിധായകനൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു, ജിതിൻലാൽ പറഞ്ഞൊക്കെ നമ്മൾ കേട്ടു. ഇതിന്റെ മേക്കിംഗ്, ക്വാളിറ്റി, ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഭയങ്കര അപ്ഡേറ്റ്. സോണിയുടെ ഒരു ക്യാമറ ഒക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കറക്റ്റ് പേര് എനിക്ക് ഓർക്കുന്നില്ല. അപ്പൊ അത്രയും ക്വാളിറ്റിയാണ്. പിന്നെ ട്രെയിലർ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി അതിന്റെ വിഷ്വൽ സൈഡ്, മ്യൂസിക്, ക്യാമറ, പിന്നെ സന്തോഷ് ശിവനാണ് അതിന്റെ ബാക്കിൽ. അപ്പൊ നമുക്കറിയാം A to Z മേഖലയിൽ പിന്നെ ഒരുപാട് വിദേശ താരങ്ങളൊക്കെ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. പോർച്ചുഗീസ് നിധി കാക്കുന്ന ഭൂതം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്ക് ഡിസംബർ 25 നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ലാലേട്ടനെ കാണാൻ പോകുന്ന ഒരു 3D മൂവിയിലാണ്. യാതൊരു സംശയം വേണ്ട. അത് വേൾഡ് വൈഡ് റിലീസ് ഉണ്ട്. ഇതൊരു തരംഗം സൃഷ്ടിക്കും മലയാള സിനിമയിൽ. കാരണം 3D മൂവി നമ്മൾ ലാസ്റ്റ് ഒരു കുട്ടികൾക്ക് വേണ്ട മൂവി ആയാലും വെച്ചാൽ ഫാമിലി ആയിട്ട് കാണും. കുട്ടികൾ കാണാൻ പോകുമ്പോൾ ഫാമിലി ആയിട്ട് വരും. നമ്മൾ വണ്ടിയിൽ കുട്ടിച്ചാൻ 3D ഒക്കെ അന്ന് കണ്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. കാലഘട്ടം മാറി, അതിനനുസരിച്ചുള്ള മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ 5-6 ലുക്കിലാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ റിയാക്ഷൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു 6 ലുക്കിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഡിസംബർ 25 ക്രിസ്മസ് വെക്കേഷൻ. നമ്മൾ ഫാമിലി ആയിട്ട് FDFS മക്കളായിട്ട് തിയേറ്ററിലുണ്ടാവും, യാതൊരു സംശയമില്ല. തൃശ്ശൂർ രാഗം രാംദാസ് ഗാനം തിയേറ്ററാണ് ഷെഡ്യൂൾ ചെയ്തുള്ളത്. അപ്പോൾ അടുത്ത പടം അധികം വെയിറ്റ് ചെയ്യണ്ട, ജനുവരി 30. യെസ്, ജനുവരി 30 തുടരും. തരുൺ മൂർത്തി, ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, ഈ 2 പടം കണ്ട ആളുകൾക്ക് അറിയാം തരുൺ മൂർത്തി ആരാണ്. അതിനിപ്പോൾ ലാലേട്ടൻ ചേരുമ്പോൾ ലാലേട്ടൻ ഒരു പോസ്റ്റർ ഇപ്പം തന്നെ ഭയങ്കര ട്രെൻഡിങ് ആണ്. കാരണം കുട്ടികളെ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര ട്രെൻഡിങ് ആണ്. ലൈക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് സെർച്ച് ചെയ്ത സമയത്ത് റെക്കോർഡ് ലൈക്കാണ് അതിന്. കാരണം ലാലേട്ടൻ അങ്ങനെയാണ് നമ്മൾ മലയാളികൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് വരുന്നത്. തൊടുപുഴ ഭാഗത്തൊരു മലയോര പ്രദേശത്ത് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഉണ്ടാവുന്ന ഒരു സംഭവം, ഇൻസിഡൻ്റ് ആണ് പടത്തിൻ്റെ ബ്രേക്ക് ത്രൂ ആയിട്ട് വരുന്നത്. നമ്മുടെ ശോഭന ചേച്ചി നായികയായിട്ട് വരുന്നത്. എവർഗ്രീൻ കോംബോ, ഇവർ ഒരുമിച്ച് ചെയ്ത പടങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോഴും മലയാളി ഏറ്റെടുത്ത് കാണുന്നതാണ്. ഒരു പെട്ടെന്ന് വരുന്ന 5 പടം പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അത്രയധികം പടങ്ങൾ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവർ നിൽക്കുമ്പോൾ ഒരു വേറെ രീതി തന്നെയാണ്. ഇവർ റൊമാൻസ് സീനായാലും, ഇവർ ഇമോഷൻസ് ആയാലും, ഇവർ അഭിനയിക്കുന്ന പാട്ടിലുള്ള സീനുകളായാലും ഒക്കെ വേറെ മൂഡ്. മലയാളത്തിൽ ഇങ്ങനെ ഒരു കോംബോ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ലാലേട്ടൻ ആരോപ്പം അഭിനയിക്കുമ്പോൾ അങ്ങനെയായിട്ട്, മോഹൻലാൽ ഉർവശിയായിട്ട് അഭിനയിക്കുമ്പോഴായാലും അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സ്ഫടികത്തിലൊക്കെ നമുക്ക് ഒരുപാട് പടങ്ങളുണ്ട്, അതിലേക്ക് പോകുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പടത്തിൽ ജനുവരി 30 ഏകദേശം ഒരു മാസം ബാരോസ് തിയേറ്ററിലുണ്ടാവും. അടുത്ത പടം നമ്മൾ കാണാൻ വെയിറ്റ് ചെയ്യാണ്. യാതൊരു സംശയം വേണ്ട, എഴുതി വെച്ചോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, വേണ്ട ഈ വീഡിയോ നിങ്ങൾ കമൻറ്റിൽ ഇടാൻ വേണ്ടി തയ്യാറായിക്കോ. ഇതൊരു 100 crore ഫിലിമാണ്, യാതൊരു സംശയമില്ല. ഷുവർ ഹിറ്റിൽ എഴുതി വെച്ചിട്ടുള്ള പടം തന്നെയാണ്. അപ്പോൾ ഒരു വേറെ ജോണറായി അടുത്ത വരുന്ന സാധനം പൃഥ്വിരാജ്, ലാലേട്ടൻ. എന്താ പറയാ മക്കളെ, എന്താ മോനെ, ഷുവർ ഹിറ്റ്, മലയാളത്തിലെ ഇതുവരെ സംഭവിക്കാത്ത ബിഗ് ബഡ്ജറ്റ് ഫിലിം. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഷൂട്ട് ചെയ്തുള്ളത് നമുക്കറിയാം. ഒന്നും വേണ്ട,
നമുക്ക് ലൂസിഫർ എന്ന പടത്തിന്റെ സെക്കൻഡ് പാർട്ട് തന്നെ പറയുമ്പോൾ ലൂസിഫർ ട്രെൻഡിങ് മൂവി. ഇതുവരെ ആ പടത്തിന്റെ ഒരു മാസ് വിട്ടിട്ട് ഇതുവരെ എത്ര സമയം എടുത്തിട്ട് ഒരു പടത്തിന് പറ്റിയിട്ടില്ല. അതിലെ ഫൈറ്റ് സീനുകൾ, മോഹൻലാലിന്റെ പെർഫോമൻസ്, സോൾ ക്രൂസ്, എല്ലാവരും ഗംഭീര പെർഫോമൻസ്. അവർ പേരെടുത്ത് പറയുന്നില്ലേ, അതിഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. അതിന് സെക്കൻഡ് പാർട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പ്രതീക്ഷകൾ അങ്ങോളമാണ്. ആള് എവിടെ നിന്നാണ് ആ 22 കൊല്ലം ഇവിടെയായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം. പിന്നെ നാട്ടിലേക്ക് എത്തുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് ഷൂട്ടിങ്, ലാസ്റ്റൊക്കെ ഷൂട്ട് വന്ന് ട്രിവാൻഡ്രത്താണ്. ഒരു എല്ലാ രാജ്യങ്ങളിലും ഈ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പൃഥ്വിരാജ് നമുക്കറിയാം കരിയറിലെ ഏറ്റവും വലിയ പടമാണ്, മലയാള സിനിമയിലെ ഏറ്റവും വലിയ മൂവിയാണ്. ഇതിലെ ക്രൂ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലൂസിഫറിൽ അതുപോലെ തന്നെ എല്ലാവരും ഈ പടത്തിലുണ്ട്. അപ്പൊ ക്രൂ തന്നെയാണ് വരുന്നത്. ഇതൊരു ബോക്സ് ഓഫീസ് ട്രെൻഡിങ് ആണ്. ഇത് മലയാള സിനിമയില്, ഇന്ത്യൻ സിനിമയിൽ എങ്ങനെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പടം എന്തായാലും ഒരു ഷുവർ ഹിറ്റാണ്. ഇനി ഞാൻ പറയുന്നു, ഒരു പടം ഓവറേജ് അബവ് ആയാൽ ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ഈ പടം പോകും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ബസ്റ്ററിൽ. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ പേര് വീണ്ടും ഒന്നാമത് വരും. 2016 വരെ ഇതുവരെ ആ സാമ്രാജ്യം കാത്തുവച്ച ആൾ തന്നെയാണ്. ഇനി അതിന്റെ മുകളിലേക്ക് തന്നെ ഈ പടം വരും, അത് യാതൊരു സംശയമില്ല. എത്ര ഡീഗ്രേഡിങ് നടന്നാൽ ഈ നടനെതിരെ ഡീഗ്രേഡിങ് നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വെറുതെ അനാവശ്യമായിട്ടുള്ള ഡീഗ്രേഡിങ്, ഈ ബാരോസ് ട്രെയിലറിന്റെ പേരിൽ വരുന്ന ഡീഗ്രേഡിങ്. അപ്പൊ അതൊന്നും ഇവിടെ വില പോവില്ല. ബാരോസ് വരുമ്പോൾ മലയാള സിനിമയിൽ അടുത്തൊരു ഹിസ്റ്ററി, ഒരു പക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വരെ ഒരു ഹിസ്റ്ററി മാറാം. മാർച്ച് 27 എന്നുവെച്ചാൽ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ലാസ്റ്റില് 60 ഡേയ്സ് കഴിഞ്ഞ് അടുത്ത പടം. ശരിക്കും ഒരു തിയേറ്റർ എടുക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കളിക്കാനുള്ളൊരു പടം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. കാരണം പണ്ടത്തെ സാധ്യതകൾ കാരണം 25-35 ഡേയ്സ് ആണ് ഇപ്പോൾ ഒരു പടത്തിന്റെ ഏറ്റവും വലിയ റണ്ണിങ് ടൈം. അപ്പോഴേക്കും പിന്നെ മാക്സിമം തിയേറ്റർ ഉള്ളതുകൊണ്ട്. എന്നാലും അടുത്തൊരു പടം വരുമ്പോൾ ലൂസിഫർ എംബ്രോ വരുന്ന സമയത്ത് ഈ തുടരുമെന്ന പടം ഈ തിയേറ്ററിൽ ഉണ്ടാവും എൻ്റെ മനസ്സ് പറയും. നമുക്ക് നോക്കാം. അപ്പൊ മാർച്ച് 27. അതുപോലെ ഹൃദയപൂർവ്വം ഓഗസ്റ്റ് 28-ന്, 29-ാം തീയതി, അത് 27, 28 സത്യേട്ടൻ ലാലേട്ടനും കൂടി ചേരുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞൊന്നും മലയാളി ചിന്തിക്കുന്നില്ല. കാരണം എന്താ വെച്ചത് അങ്ങനെയാണ്. എന്താ വരെ എന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചത് അങ്ങനെയാണ് വരെ. അപ്പോൾ അത് യാതൊരു സംശയമില്ല. എൻ്റെ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു. എനിക്ക് കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. സത്യേട്ടൻ ഡിഫറെന്റ് രീതിയിൽ ഒരു കഥയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആള് പറഞ്ഞു ഇതുവരെ ലാലേട്ടൻ നമ്മൾ കണ്ട രീതിയിലൊക്കെയാണ്, പക്ഷെ ആള് പണ്ടത്തെ ലാലേട്ടൻ്റെ ആ മാനറിസം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹൃദയപൂർവ്വം എന്നുള്ള പേരെന്നെ കേൾക്കുമ്പോൾ നമുക്ക് അവരുടെ അഭിമുഖമൊക്കെ ഭയങ്കര കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അഭിമുഖത്തിൽ വരുന്ന നമ്മുടെ പഴയ പടങ്ങൾ ചെയ്യാനുള്ള സമയം, പിന്നെ ഭയങ്കര ലോങ് ടൈം വന്നിട്ടാണ് രസതന്ത്രം ചെയ്തത്, പിന്നെ അവിടെ നിന്ന് കെട്ടി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഹൃദയപൂർവ്വം കൂടി വരുന്ന സമയത്ത് 4 പടം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 2024 തുടങ്ങി 2025 വരെ ജൈത്രയാത്ര ഇങ്ങനെ തുടരും. വിത്ത് നമ്മൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ആഘോഷിക്കാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു 3D മൂവി, പിന്നെ തരുൺമൂർത്തി പടത്തിൽ നമുക്ക് ഒരു ഫാമിലി എല്ലാ സംഭവങ്ങളും അതിൽ കിട്ടും. അത്യാവശ്യം ആക്ഷനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം പടത്തിന്റെ ഞാൻ മനസ്സിലാക്കിയൊരു കഥ വെച്ചിട്ട് അതിൽ ആക്ഷൻ കാണണം. പിന്നെ എമ്പുരാൻ നമ്മൾ പറയുന്നില്ല, അത് വേറെ ലെവൽ ആക്ഷനും മാസും ത്രില്ലറൊക്കെ ഉണ്ടാവും. പിന്നെ സത്യേട്ടന്റെ പടം നമുക്ക് എല്ലാവർക്കും അറിയാം. കട്ട വെയിറ്റിംഗ്. അടുത്തൊരു പടം കണ്ട് നമ്മൾ FTOs കണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്വന്തം മുകേഷ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളിലും